ഹായ് കൂട്ടുകാരെ, അപ്പം ഞങ്ങളുടെ വീട്ടിലും കർക്കിടക തെയ്യം വന്നു. സാധാരണ തെയ്യങ്ങളിൽ നിന്നും വ്യത്യസ്തമായി തെയ്യം കെട്ടുന്നത് ചെറിയ കുട്ടികളാണ്. ക്ഷേത്രങ്ങളിലും കാവുകളിലും കെട്ടിയാടുന്നതിന് പകരമായി ഈ തെയ്യം ഓരോ വീടുകളിലും കയറിയിറങ്ങുകയാണ് ചെയ്യുക. അപ്പം ഞങ്ങൾക്ക് ആദ്യത്തെ ദിവസം വന്നത് മലയ സമുദായത്തിൽപ്പെട്ട തെയ്യമാണ്. അത് വേടെന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഈ തെയ്യം നമ്മുടെ വീട്ടിൽ വന്നാൽ കർക്കിടക മാസത്തിലെ ആദ്യം വ്യാധിയും ഒക്കെ അകന്നു പോകുമെന്നാണ് വിശ്വാസം. വേടൻ എന്ന് പറയുന്നത് പരമശിവ സങ്കല്പത്തിലുള്ളതാണ്. അപ്പോൾ തെയ്യം മുറ്റത്ത് വന്നു കഴിഞ്ഞാൽ അവർ നമ്മളോട് തെയ്യം ആടിക്കട്ടെ എന്ന് ചോദിക്കും. ചില സ്ഥലങ്ങളിലൊക്കെ മരിച്ച വീടുകളുണ്ടെങ്കിൽ അപ്പോൾ ഒരു വർഷത്തേക്ക് ആ വീട്ടിൽ തെയ്യം ആടിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് അവരാദ്യം അങ്ങനെ ചോദിക്കുന്നത് കേട്ടോ. അപ്പം നമ്മൾ ആടിക്കോന്ന് പറയും. അപ്പോൾ തെയ്യം ആടുന്ന സമയത്ത് നമ്മൾ പടിഞ്ഞാറ്റയിൽ വിളക്ക് വെക്കും. കൂടെ വന്ന ആൾ പുരാവൃത്തം പാടുമ്പോൾ തെയ്യം അതിൻ്റെ കൂടെ ആടുകയാണ് ചെയ്യുന്നത്. തെയ്യം ആടിക്കഴിഞ്ഞാൽ നമ്മൾ അവരോട് ചോദിക്കും എന്താണ് ഒഴിഞ്ഞു കളയേണ്ടതെന്ന്. ഒന്നുകിൽ ഭസ്മം കലക്കിയ വെള്ളം ഒഴിഞ്ഞു കളയാൻ പറയും, അല്ലെങ്കിൽ മഞ്ഞൾ കലക്കിയ വെള്ളം ഒഴിഞ്ഞു കളയണമെന്ന് പറയും. ഇത് മലയ സമുദായത്തിലെ തെയ്യമായതുകൊണ്ട് അവർ പറഞ്ഞു ഭസ്മം കലക്കിയ വെള്ളം ഒഴിഞ്ഞു കളയണമെന്ന്. അങ്ങനെ ഈ ഭസ്മം കലക്കിയ വെള്ളം നമ്മൾ ഒഴിഞ്ഞു മറിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീടും പരിസരവും ശുദ്ധമായി എന്നാണ് സങ്കല്പം. ഇങ്ങനെ മറിക്കുന്നതിന് ഗുരുസി എന്നാണ് പറയുക. അങ്ങനെ ഭസ്മം വെള്ളം നമ്മൾ ഒഴിഞ്ഞു മറിച്ചു. ഇനി ഇവർക്ക് നമ്മൾ ദക്ഷിണയായി പൈസ കൊടുക്കണം. അപ്പോൾ മുമ്പൊക്കെ നമ്മൾ നെൽകൃഷിയൊക്കെ ഉള്ള സമയത്തൊക്കെ നെല്ലൊക്കെ കൊടുക്കുമായിരുന്നു. എന്നാൽ ഇപ്പം നമുക്ക് നെൽകൃഷിയൊന്നുമില്ല, അതുകൊണ്ട് പൈസ മാത്രമേ കൊടുക്കാറുള്ളൂ. 2 ദിവസം കഴിഞ്ഞിട്ടാണ് വണ്ണാൻ സമുദായത്തിൽപ്പെട്ട തെയ്യം വരുന്നത്. അത് ആടി എന്നാണ് അറിയപ്പെടുന്നത്. പാർവതി സങ്കല്പത്തിലുള്ള തെയ്യമാണ് ആടി. അപ്പം നമ്മൾ രണ്ടാമത് വന്ന ആടി തെയ്യത്തിന് നമ്മൾ മഞ്ഞൾ വെള്ളം ഒഴിഞ്ഞു കളഞ്ഞു. ഇനി നമ്മൾ ഇവർക്ക് ദക്ഷിണയായി പൈസ കൊടുക്കും. ഇപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും എല്ലാ തെയ്യങ്ങളൊന്നും വരുന്നില്ല. തെയ്യം കെട്ടാൻ കുട്ടികളെ കിട്ടുന്നില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.